Let's start with a new lecture. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ രണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേഡിയൻ്റ് ആണ്. നമ്മൾ ഗ്രേഡിയൻറ്റിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്ന നോഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ്, ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്താണ് ഗ്രേഡിയൻറ്റുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ മീനിങ് ഉള്ള രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് ഡൈവേർജൻസും കേളും. ഡൈവേർജൻസും കേളും പ്രധാനമായിട്ടും ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഡൈവേർജൻസ് നെറ്റ് ഫ്ലോ, നെറ്റ് ഇൻഫ്ലോ അല്ലെങ്കിൽ നെറ്റ് ഔട്ട്ഫ്ലോ ഓഫ് എ വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. കേള് എന്ന് പറയുന്നത് മെഷർ ഓഫ് എ റൊട്ടേഷൻ, അതായത് ഒരു വെക്റ്റർ ഫീൽഡ് എന്തുമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു എന്നതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് കേൾ യൂസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട് മാത്രം ഡിസ്കസ് ചെയ്യേണ്ടത് കൊണ്ട് ഇത് മാത്തമാറ്റിക്കലി എങ്ങനെ കണ്ടുപിടിക്കാം എന്നത് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഡൈവേർജൻസ് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു, വിച്ച് ഈസ് ഓഫ് ദ ഫോം സ്മോൾ ലെറ്റർ എക്സ് വൈ ഇസഡ് ഐ പ്ലസ് സ്മോൾ ലെറ്റർ ജി ഓഫ് എക്സ് വൈ ഇസഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് കെ. ഇതാണ് നമ്മുടെ ഒരു വെക്റ്റർ ഫീൽഡിന്റെ നൊട്ടേഷൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ കമ്പോണൻസ് ആണ് സ്മോൾ ലെറ്റർ എഫും സ്മോൾ ലെറ്റർ ജിയും സ്മോൾ ലെറ്റർ എച്ചും. അങ്ങനെയാണെങ്കിൽ ഡൈവേർജൻസ്, അതിന്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഡെൽ ഡോട്ട് എഫിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഡോട്ട് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് കെ. ഇത് യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ്. സോ ഇതൊരു സ്കെയിലാർ ഫംഗ്ഷൻ ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെറ്റ് ഫ്ലോ എന്ന് പറഞ്ഞ നെറ്റ് ഔട്ട് ഫ്ലോ അല്ലെങ്കിൽ നെറ്റ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഡൈവേർജൻസ്. ഇനിയിപ്പം ഡൈവേർജൻസ് പോസിറ്റീവും ആകാം, ഡൈവേർജൻസ് നെഗറ്റീവും ആകാം. ഓക്കെ, ഇപ്പൊ ഡൈവേർജൻസ് പോസിറ്റീവ് ആകുന്ന കേസിൽ നമ്മൾ അത്തരം സ്പേസുകളെ സോഴ്സ് എന്നും, ഡൈവേർജൻസ് നെഗറ്റീവ് ആകുന്ന കേസുകളെ സിങ്ക് എന്നും നമ്മൾ വിളിക്കുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഒരു വെക്റ്റർ ഫീൽഡിന്റെ സോഴ്സ് ഏതാണ്, സിങ്ക് ഏതാണെന്നായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, ഡൈവേർജൻസ് കണ്ടുപിടിക്കുക. അത് പോസിറ്റീവ് ആകുന്ന സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ സോഴ്സ് എന്നും, നെഗറ്റീവ് ആകുന്ന സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ സിങ്ക് എന്നും സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് കേൾ. കേൾ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫിനെയാണ് നമ്മൾ കേൾ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് എഫിന്റെ സെറ്റ് ഓഫ് റൊട്ടേഷൻ, മെഷർ ഓഫ് റൊട്ടേഷൻ ആയിട്ട് പരിഗണിക്കുന്നത്. നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് ഐ, സോറി ഡിറ്റർമിനന്റ് ഐ ജെ കെ, ഐ ജെ കെ. ഡെല്ലിന്റെ കമ്പോണൻസ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. എഫിന്റെ കമ്പോണൻസ് എഫ് ജി എച്ച്. ഇതിനെയാണ് നമ്മൾ കേൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ വെക്റ്റർ ഫീൽഡാണ് നമ്മൾ പ്രൈമറിലി ഡീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നോഷൻ കൂടെ ഉണ്ട്. ഒരു വെക്റ്റർ ഫീൽഡ് സോളിനോയിഡൽ എന്ന് എപ്പോഴാണ് വിളിക്കുന്നത്, ഇറാഷണൽ എന്നെപ്പോഴാണ് വിളിക്കുന്നത്. ഒരു വെക്റ്റർ ഫീൽഡിനെ സോളിനോയിഡൽ എന്ന് വിളിക്കണമെങ്കിൽ ഡെൽ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അല്ലെ ഡൈവേർജൻസ് 0 ആകുന്ന വെക്റ്റർ ഫീൽഡിനെയാണ് സോളിനോയിഡൽ എന്ന് വിളിക്കുന്നത്. ഒരു വെക്റ്റർ ഫീൽഡ് ഇറാഷണൽ, എല്ലാ പോയിന്റിലും ഇറാഷണൽ എന്ന് വിളിക്കണമെങ്കിൽ ഡെൽ ക്രോസ് എഫ് അഥവാ കേൾ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, 0. ഇങ്ങനെയുള്ള വെക്റ്റർ ഫീൽഡ്സ് ആണ് സോളിനോയിഡൽ വെക്റ്റർ ഫീൽഡും ഇറാഷണൽ വെക്റ്റർ ഫീൽഡ്സ് എന്നും പ്രൈമറിലി വിളിക്കും. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ഒരു വെക്റ്റർ ഫീൽഡിന്റെ കേൾ കണ്ടുപിടിക്കുക, ഡൈവേർജൻസ് കണ്ടുപിടിക്കുക, അത് സോളിനോയിഡിനാണോ എന്ന് ചെക്ക് ചെയ്യുക, ഇറാഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് മാത്രമേ നമുക്ക് ഇവിടെ ഡീൽ ചെയ്യാനുള്ളൂ. അടുത്തതായിട്ട് നമ്മളൊരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് കൂടെ ഡീൽ ചെയ്യും. സോ നമ്മുടെ പ്രോബ്ലം, ഫൈൻഡ് ദ ഡൈവേർജൻസ് ആൻഡ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ഐ
പ്ലസ് വൈ ക്യൂബ് ഇസഡ് ജെ പ്ലസ് 3 ZK. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ സൊല്യൂഷൻ ആണ്. നമുക്കറിയാം ഡൈവേർജൻസ് ഈസിക്കൽ ടു എന്താണ്, ഡെൽ ഡോട്ട് എഫ് എന്നാണ്. ഇതിനെ DIV ഡൈ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ് എന്നുള്ളതാണ്. ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ഐയുടെ കമ്പോണന്റ് ആണ് എഫ്. എഫ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ വൈ ആണ്. ജി എന്ന് വെച്ചാൽ വൈ ക്യൂബ് ഇസഡ് ആണ്. ജെയുടെ കമ്പോണൻസ് ആണ് ജി. എച്ച് എന്ന് വെച്ചാൽ 3Z ആണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. സോ 2XY ആണ്. ഡോ ജി ബൈ ഡോ വൈ ഈസ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് ഈസ് 3Y². ഇസഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇസഡ് ഇതുപോലെ തന്നെ. നെക്സ്റ്റ് ഈസ് ഡോ എച്ച് ബൈ ഡോ ഇസഡ്. 3Zന്റെ ഡെറിവേറ്റീവ് ഈസ് 3. സോ ഡെൽ ഡോട്ട് എഫ് ഇതിന്റെ സം ആണ് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത്. സോ 2XY പ്ലസ് 3Y² ഇസഡ് പ്ലസ് 3. ഇതാണ് നമ്മുടെ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേൾ ആണ്. സോ കേൾ ഓഫ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ആണ്. സോ വിച്ച് ഈസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ആൻഡ് ഇവിടെ എഫും ജിയും എച്ചും ഉണ്ട്. നമ്മൾ എഫും ജിയും എച്ചും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. X²Y വൈ ക്യൂബ് ഇസഡ് ആൻഡ് 3Z. ഇതാണ് നമ്മുടെ എഫും ജിയും എച്ചും. ഇനി നമ്മൾ ഡെറിവേറ്റീവ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഐ ഇൻറ്റു ഫസ്റ്റ് റോയും കോളവും ക്യാൻസൽ ചെയ്തു. സോ നെക്സ്റ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3Z മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ക്യൂബ് ഇസഡ് മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 3Z മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് X²Y. ഇവിടെ ആക്ച്വലി ഞാൻ ഒരു മൈനസ് കോമൺ എടുത്ത് പ്ലസ് ആക്കിയിട്ടാണ് ഇടുന്നത്, കാരണം തിരിച്ചാണ് വരേണ്ടത്. നെക്സ്റ്റ് ഈസ് തേർഡ് കമ്പോണന്റ് എടുക്കുമ്പോൾ കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ ക്യൂബ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് X²Y. ഐ തിങ്ക് ഇന്ന് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡിറ്റർമിനന്റ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. സോ വാട്ട് ഈസ് ആൻസർ ഓഫ് ദിസ്? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ ഇസഡ് കോൺസ്റ്റന്റ് ആണ്. സോ 3Zന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ 0. നെക്സ്റ്റ് ഈസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ക്യൂബ് ഇസഡ്. വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ എടുക്കുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്. ഇസഡിന്റെ ഡെറിവേറ്റീവ് ഈസ് 1. സോ മൈനസ് ഓഫ് വൈ ക്യൂബ് അവിടെ ഉണ്ട് പ്ലസ് ജെ ഇൻറ്റു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ ഇസഡ് കോൺസ്റ്റന്റ് ആണ്. 3Zന്റെ ഡെറിവേറ്റീവ് 0 കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ എടുക്കുമ്പോൾ X²Y കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് 0 കിട്ടും. സോ ദിസ് ഈസ് 0 മൈനസ് 0 പ്ലസ് കെ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വൈ ക്യൂബ് ഇസഡ് കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് 0 കിട്ടും. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ X²ന്റെ ഡെറിവേറ്റീവ് ഈസ് X²Yയുടെ ഡെറിവേറ്റീവ് ഈസ് X². സോ മൈനസ് ഓഫ് X² അവിടെ കാണും. സോ ദ ഫൈനൽ ആൻസർ ഈസ് മൈനസ് വൈ ക്യൂബ് ഐ മൈനസ് X²K. ഇതാണ് ഈ ഫംഗ്ഷന്റെ കേൾ എന്ന് വിളിക്കും. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം, ഷോ ദാറ്റ് ദ വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു XY പ്ലസ് ഇസഡ് ക്യൂബ് ഐ പ്ലസ് X²J പ്ലസ് 3XZ²K ഈസ് ഇറാഷണൽ. അപ്പോൾ ഒരു വെക്ടർ ഫീൽഡ് ഇറാഷണൽ ആകണമെങ്കിൽ നമുക്കറിയാം, സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഡെൽ ക്രോസ് എഫ് വിച്ച് ഈസ് കേൾ ഓഫ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് 0. കേൾ ഓഫ് 0 ആകുമ്പോഴാണ് വെക്ടർ ഫീൽഡ് ഇറാഷണൽ ആകുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഡെൽ ക്രോസ് എഫ്. സോ ഇതിൻ്റെ ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണന്റ്
എഫ് എന്ന് വെച്ചാൽ 2xy പ്ലസ് ഇസഡ് ക്യൂബ്. ജെ എന്ന് വെച്ചാൽ ജി എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ. എച്ച് എന്ന് വെച്ചാൽ 3x(z²). ഓക്കെ, സോ നമുക്ക് ഡെറിവേറ്റീവ് ഡിറ്റർമിനൻ്റ് എടുക്കാം. സോ ഐ ഇൻറ്റു ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും പോയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ്, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3x(z²) മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് x² മൈനസ് ജെ ഇൻറ്റു സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഫസ്റ്റ് റോയും ക്യാൻസൽ പോയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x(z²) മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2xy പ്ലസ് z³ പ്ലസ് കെ ഇൻറ്റു ഫസ്റ്റ് റോയും തേർഡ് കോളവും ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് x² മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2xy പ്ലസ് z³. സോ ദ ആൻസർ ഈസ്, ഇവിടെ വൈയുടെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇസ് 0. ഇവിടെ എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വിത്ത് റെസ്പെക്ട് ഇസഡിൽ എടുക്കുമ്പോൾ ഇസഡിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇസ് 0. നെക്സ്റ്റ് ഈസ് ജെ ഇൻറ്റു ഇവിടെ 3x(z²) പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 3xൻ്റെ ഡെറിവേറ്റീവ് ഈസ് 3, ബാക്കി z² അവിടെയുണ്ട്. സോ ദിസ് ഈസ് 3z² മൈനസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ എടുക്കുമ്പോൾ 2xy കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0 കിട്ടും. z³ ഡെറിവേറ്റീവ് എന്താണ്? 3z². സോ 3z² മൈനസ് എന്ത് കിട്ടും? 3z² എന്ന് കിട്ടും. പ്ലസ് കെ ഇൻറ്റു ഇവിടെ 2x(x²) ഡെറിവേറ്റീവ് ഈസ് 2x മൈനസ് ഇവിടെ z³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ 0 കിട്ടും. 2xyയുടെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു 1 എന്ന് കിട്ടും, വിച്ച് ഈസ് 2x. സോ ഓൾ ദ ടേംസ് 3z² മൈനസ് 3z² 0 ആണ്, 2x മൈനസ് 2x 0 ആണ്. സോ ഓൾ ദ ആൻസർ ഈസ് ഈക്വൽ ടു 0. സോ നമ്മുടെ വെക്റ്റർ ഫീൽഡ് ഇറാഷണൽ ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് എ സോ ദാറ്റ് ദ വെക്റ്റർ ഫീൽഡ് ഗിവൺ ആസ് ദിസ് ഇസ് സോളിനോയിഡ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ വെക്റ്റർ ഫീൽഡ് സോളിനോയിഡൽ ആണെന്ന്. നമുക്ക് ഏത് വാല്യൂവിനാണ് ഇത് സോളിനോയിഡൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ആൻസർ ഈസ്, സോ ഗിവൺ ദാറ്റ് സോളിനോയിഡൽ ആകുക എന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആകുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ വിച്ച് മീൻസ് ഡെൽ ഡോട്ട് എഫ് 0 ആകുന്ന രീതിയിൽ എന്ത് കണ്ടുപിടിക്കുക? എയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടുത്തെ എഫ് എന്നുള്ളത് ഫസ്റ്റ് കമ്പോണന്റ് x+3y ആണ്. ജി എന്നുള്ളത് സെക്കൻഡ് കമ്പോണന്റ് ay+z ആണ്. എച്ച് എന്നുള്ള തേർഡ് കമ്പോണന്റ് x-2z ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് എഫ് എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് വേണം. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ x+3yയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് x+3y. x+3yയുടെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എക്സിന്റെ ഡെറിവേറ്റീവ് ഈസ് 1. സോ ദ ആൻസർ ഈസ് 1. സോ നെക്സ്റ്റ് ഈസ് ഡോ ജി ബൈ ഡോ വൈ. സോ ഡോ ബൈ ഡോ വൈ ഓഫ് ay+z. സോ വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ ayയുടെ ഡെറിവേറ്റീവ് ഈസ് a, zന്റെ ഡെറിവേറ്റീവ് ഈസ് 0. നെക്സ്റ്റ് ഈസ് ഡോ എച്ച് ബൈ ഡോ z. സോ ദിസ് ഈസ് ഡോ ബൈ ഡോ z ഓഫ് x-2z. എക്സിന്റെ ഡെറിവേറ്റീവ് ഈസ് 0, -2zന്റെ ഡെറിവേറ്റീവ് ഈസ് -2. സോ ഡെൽ ഡോട്ട് എഫ് ഈസ് ഈക്വൽ ടു 0 implies 1 plus a minus 2 is equal to 0. That is a minus 1 is equal to 0. So that is a is equal to 1. Okay. So ഈ വെക്റ്റർ ഫീൽഡ് സോളിനോയിഡൽ ആകണമെങ്കിൽ a is equal to എന്തായിരിക്കണം? 1 ആയിരിക്കണം. So this is regarding curl and divergence of a vector field.